അറിയിച്ചത്. എ.വി. ജയശങ്കറിലേക്ക്. ജയശങ്കർ, വലിയ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അത് നമ്മളോട് മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു അല്ലേ? അതായത് ഗൂഗിളിൽ അദ്ദേഹം വലിയ സന്തോഷമാണ് ഈ അംഗീകാര നേട്ടത്തിൽ പങ്കുവെക്കുന്നത്. തന്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണ് ഈ ഒരു പുരസ്കാരമെന്ന് ഒ രാജഗോപാൽ പറയുന്നു. നിസ്വാർത്ഥമായി പൊതുപ്രവർത്തനത്തിൽ നിന്നതിന്റെ ഒരു ഫലമാണ്. പല തിരഞ്ഞെടുപ്പുകളിലും തോറ്റു, പക്ഷേ പൊതുപ്രവർത്തനം നിന്ന് മാറിയില്ല. അതിന്റെ എല്ലാം വലിയൊരു അംഗീകാരമാണ് ഈ ഒരു പുരസ്കാരമെന്ന് അദ്ദേഹം പറയുന്നു. ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ പുരസ്കാരമെന്നും ഒ രാജഗോപാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിന് തനിക്ക് തന്നൊരു അംഗീകാരമാണ്. ഈ അവാർഡിന് വേണ്ടി ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല എന്നും രാജഗോപാൽ പറഞ്ഞു വെക്കുന്നു. എന്തായാലും അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ്. രാത്രി ഏറെ വൈകിട്ടും ഉറക്കമൊഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പൊതുരംഗത്തെ നീണ്ട വർഷങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തെ തേടി വരുന്നത്. കാരണം ഒരു തവണ MLA ആയി, അത് കേരള ജനത അദ്ദേഹത്തിന് കൊടുത്തൊരു അംഗീകാരമായിരുന്നു. നേമത്ത് നിന്നാണ് അദ്ദേഹം ജയിച്ചത്. ബിജെപിക്ക് കേരള ചരിത്രത്തിൽ തന്നെ ഏക MLA ഒ രാജഗോപാലാണ്. ദേശീയ തലത്തിലും പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്. അത്തരത്തിൽ ഒരു നേതാവിനെ അംഗീകരിക്കൽ കൂടിയാണ് ഇത്തവണ BJP ഭരിക്കുന്ന ഒരു സർക്കാർ നടത്തിയത്. ഒപ്പം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും ഒ രാജഗോപാൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് ഈ ഒരു അവാർഡിലൂടെ ഉണ്ടാകുന്നത്. പല പൊതുപ്രവർത്തകർക്കും ഈ രംഗത്ത് നിൽക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായിരിക്കും ഈ ഒരു അവാർഡ്. എന്തായാലും ഈ അവാർഡ് നേട്ടത്തിൽ, പുരസ്കാര നേട്ടത്തിൽ, ഈ അംഗീകാരത്തിൽ ഒ രാജഗോപാൽ വളരെയധികം സന്തോഷവാനാണ്. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും. എന്തായാലും അധികം വൈകാതെ അദ്ദേഹം നമ്മോട് നേരിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. കൂടുതൽ പ്രവർത്തകർക്കും രാജ്യത്തിനും തന്നെ ഊർജം പകരുന്ന ഒരു ഇതാണെന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത്. ഗോകുൽ, 8 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന മലയാളികളായ 8 പേർക്കാണ്. അല്പസമയത്തിനകം തന്നെ ഒ രാജഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് എത്താം. കേരളത്തിൽ നിന്ന് കഥകളി കലാകാരൻ സദനം ബാലകൃഷ്ണൻ, ഒപ്പം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി, പിന്നീട് മുനി നാരായണ പ്രസാദ്, ഒപ്പം നാരായണൻ EP, അദ്ദേഹം തെയ്യം കലാകാരനായ നാരായണൻ EP, ഒപ്പം ചിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് വിദ്യാഭ്യാസ സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ചിത്രൻ നമ്പൂതിരിപ്പാടിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് ഉള്ളത് കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവനകൾക്കായിട്ട് സത്യനാരായണൻ ബലേരിക്കാണ് മറ്റൊരു മലയാളി പുരസ്കാരത്തിന് അർഹനാവുന്നത്. കാസർഗോഡ് സ്വദേശിയാണ് സത്യനാരായണൻ ബലേരി. ഇനി ഒ രാജഗോപാൽ, അതിനുശേഷം ജസ്റ്റിസ് ഫാത്തിമ BV പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നു. ഇങ്ങനെ പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയ 8 മലയാളികളാണുള്ളത്. ജയശങ്കറിനോടൊപ്പം ഇപ്പോൾ ഒ രാജഗോപാൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വലിയൊരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും വർഷത്തെ പൊതുപ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരമാണ്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? വളരെ സംതൃപ്തിയുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി നിഷ്പക്ഷമായിട്ട് പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും അവരുടെ അംഗീകാരം കിട്ടും എന്നുള്ളതായ ബോധ്യമുണ്ട്. അത് കൺഫേംഡ് ആയിരിക്കണം. കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാൻ ഈ അവാർഡ് ഒരു പ്രചോദനമാവും, പ്രേരണയാവും അവർ തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്കും. കാരണം രാഷ്ട്രീയ പ്രവർത്തനം കാശുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല, സേവനത്തിനുള്ള ഉപാധിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ വിമർശിക്കും ആൾക്കാർ. എന്തെങ്കിലും നമ്മൾ അബദ്ധം കൊണ്ട് വല്ല ഓരോന്ന് പറഞ്ഞാൽ അതിന് പേരിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കും. അതൊക്കെ പൊതുജീവിതത്തിൽ അതിന്റെ ഭാഗമാണ്. നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ ഈ ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷം? ഇല്ല, ഞാൻ തന്നെ ഇപ്പോൾ രാത്രിയില്ല അറിയാം. ഞാൻ കിടന്നുറങ്ങാൻ കരുതില്ലേ. ഞങ്ങൾക്ക് കുറച്ചു നേരം 10 മണി വരെ ഇരുന്നു. സാധാരണ ഞാൻ 10 മണിക്ക് കിടക്കാൻ പോയി. എന്തായാലും അദ്ദേഹം ഈ അവാർഡ് നേട്ടത്തിൽ വലിയ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. 24ന്റെ അഭിനന്ദനങ്ങൾ സാർ. ശരി, താങ്ക്സ്.
അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് ഈ ഒരു അവാർഡ് നേട്ടത്തിൽ. കൂടുതൽ ആളുകൾക്ക് പൊതുപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഈ ഒരു പുരസ്കാരം പ്രചോദനമാകുമെന്നും ഒ രാജഗോപാൽ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വീടും ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ്. നിരവധി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. കൂടുതൽ നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്തായാലും രാത്രി ഏറെ വൈകിയാണ് അവാർഡ് പ്രഖ്യാപനം. ഈ അവാർഡ് പ്രഖ്യാപന ഘട്ടത്തിലും അദ്ദേഹം ഉറങ്ങാതെ ശാരീരിക അസ്വസ്ഥതകൾ മറന്നുകൊണ്ട് പ്രതികരണവുമായി നിൽക്കുന്നു. എന്തായാലും ഒരു ഊർജ്ജസ്വലനായ പൊതുപ്രവർത്തകൻ, എല്ലാവർക്കും ഒരു മാതൃക. എന്തായാലും രാജ്യം അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുകയാണ് പുരസ്കാരം നൽകിക്കൊണ്ട്. എന്തായാലും അദ്ദേഹം അതിൽ വലിയ സന്തോഷവാനാണ്. ഗോകുൽ. തീർച്ചയായിട്ടും ഇപ്പോൾ